ഹലോ, വെൽക്കം ടു ദി വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടേബിൾ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെ, പുതിയ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നമ്മളുടെ മോഡിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ടേബിൾ ക്രിയേഷൻ ആയിരുന്നു, പിന്നെ ഇൻസേർഷൻ പഠിച്ചു, പിന്നെ റിട്രീവൽ പഠിച്ചു, അപ്ഡേഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, എങ്ങനെ നമ്മളുടെ ടേബിളിൻ്റെ സ്ട്രക്ചറിനെ മൊത്തമായിട്ടും ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ മോഡിഫൈ ചെയ്യാൻ നേരത്തെ പഠിച്ചത് ടേബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂസിനെയായിരുന്നു മോഡിഫൈ ചെയ്യാൻ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേബിളിനെ മൊത്തത്തിൽ എങ്ങനെ മോഡിഫൈ ചെയ്യാം. അതായത് ടേബിളിൻ്റെ പേര് മാറ്റണത് എങ്ങനെ, ടേബിൾ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെ, ടേബിളിലേക്ക് പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക്ക് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് എ ടേബിൾ. ടേബിൾ സ്ട്രക്ചറിനെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ടേബിളിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസിനെയല്ല. അപ്പോൾ ടേബിളിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു പുതിയ കോളം ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെ ഉള്ള കോളത്തിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാറ്റാനോ, കൺസ്ട്രെയിൻ മാറ്റാനോ, സൈസ് മാറ്റാനോ, അങ്ങനെയൊക്കെ മാറ്റുന്നതിനെയാണ് ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാമെന്ന് പറയാം. പിന്നെ എങ്ങനെ ഒരു ടേബിളിലുള്ള കോളത്തിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഇപ്പോൾ ഒരു കോളം നമുക്ക് വേണ്ട, ഇപ്പോൾ ഫാമിലി ഇൻകം എന്ന് പറയുന്ന കോളം വേണ്ട, അതിനെ നമുക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്യാൻ. പിന്നെ നമുക്കുള്ള ടേബിൾ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ ആണെങ്കിൽ ആ ടേബിളിൻ്റെ പേരിനെ എങ്ങനെ റീനെയിം ചെയ്യാം, വേറൊരു പേരിടണം, അങ്ങനെ റീനെയിം ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെ ടേബിളിൽ നിന്ന് റോസിനെ ഡിലീറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ ഇനി മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റിൽ പറയുന്നതാണ്. നമ്മളിപ്പോൾ അപ്ഡേഷൻ ഇൻസേർഷനൊക്കെ പഠിച്ചല്ലോ, അപ്പോൾ ഡിലീഷൻ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡാറ്റാബേസിന് എങ്ങനെ ടേബിൾസിനെ മാറ്റുന്നു എന്നുള്ളതും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. എങ്ങനെ ടേബിൾ സ്ട്രക്ചേഴ്സിനെ ചേഞ്ച് ചെയ്യാം. ഒരു സ്ട്രക്ചറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഓൾട്ടർ ടേബിൾ. നമ്മുടെ DDL കമാൻഡായിട്ടുള്ള ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ടേബിൾ സ്ട്രക്ചറിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ മുൻപ് മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് അപ്ഡേറ്റ് ആയിരുന്നു. അത് ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റേനെയാണ്, റോ ഡാറ്റേനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യുക. ഇത് ടേബിൾ സ്ട്രക്ചറിനെയാണ് ചേഞ്ച് ചെയ്യണത്. ടേബിൾ മൊത്തത്തിലായിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചറിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്ന കമാൻഡാണ്. ഇനി ഓൾട്ടർ ടേബിൾ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഒരു സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുക. ഒന്നാമത്തെ കാര്യമാണ് എങ്ങനെ നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേബിളിലേക്ക് പുതിയൊരു കോളത്തിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ആഡിങ് എ ന്യൂ കോളം, എങ്ങനെ ഒരു കോളത്തിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ നെയിം, ആഡ് കോളം നെയിം, ഡാറ്റ ടൈപ്പ്, സൈസ്, കൺസ്ട്രെയിൻ, ഫസ്റ്റ് ഓർ ആഫ്റ്റർ കോളം നെയിം, സെമിക്കോളൻ. നമുക്ക് എഴുതാം ഓൾട്ടർ ടേബിൾ നെയിം. ഏത് ടേബിളിനെയാണ് നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടത്, മോഡിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾട്ടർ ടേബിൾ, ആ ടേബിളിൻ്റെ പേര് അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ കോളം ആഡ് ചെയ്യാൻ പോകല്ലേ, അപ്പോൾ ആഡ് എന്ന് പറയുന്ന കീവേഡ് നമുക്ക് യൂസ് ചെയ്യണം. അപ്ഡേറ്റിൽ സെറ്റ് യൂസ് ചെയ്ത പോലെ ഇവിടെ പുതിയൊരു കോളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് കോളം നെയിം, അതായത് പുതിയ കോളം നെയിം ഏതാണോ ആ കോളം നെയിം കൊടുക്കുക. ആഡ് പുതിയ കോളം നെയിം കൊടുക്കുക. അതിന് ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻ കൊടുക്കുക. ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ആഡ് പുതിയ കോളം നെയിം കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, കൺസ്ട്രെയിൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പുതിയൊരു കോളം നമ്മൾ ആഡ് ചെയ്യല്ലേ, ആ കോളം ടേബിളിൻ്റെ എവിടെ വരണം എന്ന് പറയണ്ടേ. വെറുതെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. തുടക്കം വരണോ അതോ ഏറ്റവും ലാസ്റ്റ് വരണോ, അത് ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ ഇടയിൽ വരണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓർ ആഫ്റ്റർ വയ്ക്കുക. ഫസ്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ, ഏത് കോളത്തിൻ്റെ ആണോ ആ കോളം നെയിം വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർ ആഫ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളം നെയിം എന്നാണ് എഴുതുന്നതെങ്കിൽ ടേബിളിൻ്റെ ഫസ്റ്റിലായിരിക്കും നമ്മുടെ പുതിയ ആഡ് ചെയ്യാൻ പോകുന്ന കോളം വരിക. ഇനി
ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോളം നെയിം നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കോളത്തിൻ്റെ ആഫ്റ്റർ കോളം നെയിമാണ് വെക്കുന്നതെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോളം കഴിഞ്ഞിട്ടായിരിക്കും പുതിയ കോളം വരുന്നത്. ഇനി ഫസ്റ്റും ആഫ്റ്ററും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റും ആഫ്റ്ററും ഒന്നും വെച്ചില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഏറ്റവും ലാസ്റ്റിലായിരിക്കും പുതിയ കോളം ആഡായിട്ട് വരിക. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പറയുന്നുണ്ട്, ലെറ്റസ് ആഡ് 2 columns GRMKS, അതായത് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് GRMKS എന്ന് പറയുന്ന ഒരു കോളം ആൻഡ് REGNO ഇൻ ദ ടേബിൾ സ്റ്റുഡൻറ്റ് ടു ഹോൾഡ് ദ ഗ്രേസ് മാർക്ക് awarded to the students and their register number for the higher secondary examinations respectively. എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൽ ഓൾറെഡി അവിടെ ഏതൊക്കെ കോളംസ് ഉണ്ട്, അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ, DOB, കോഴ്സ്, ഇൻകം, ഇത്രയും കോളംസ് നമ്മുടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൽ എക്സിസ്റ്റിംഗ് ആണ്. ഇനി അതിലേക്കാണ് നമ്മൾ പുതിയ 2 കോളംസ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് GRMKS എന്ന് പറയുന്ന ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടുള്ള കോളവും 2 REGNO എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പറിന് വേണ്ടിയിട്ടുള്ള കോളം. അപ്പോൾ GRMKSൽ ഗ്രേസ് മാർക്കും അതുപോലെ തന്നെ REGNOയിൽ രജിസ്റ്റർ നമ്പറുമാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ 2 കോളംസ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് പൊസിഷൻ പറഞ്ഞിട്ടില്ല, നമുക്ക് കുറേ നോക്കാം എങ്ങനെയാണ്. കുറേ 9.33 നോക്കുക. അപ്പോൾ നമ്മൾ 2 കോളംസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഓൾട്ടർ കമാൻഡാണ്. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് എഴുതി. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളാണ് നമ്മൾ ഓൾട്ടർ ചെയ്യാൻ പോകുന്നത്. ഇനി 2 കോളംസ് നമുക്ക് ആഡ് ചെയ്യണം. ആഡ് GRMKS ഇൻറ്റീജർ ആഫ്റ്റർ DOB അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെന്താ, ആഡ് GRMKS എന്ന് പറയുന്ന പുതിയൊരു കോളം ആഡ് ചെയ്യണം. അതിൻ്റെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ഇൻറ്റീജറാണ്. ആഫ്റ്റർ DOB എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ DOB എന്ന് പറയുന്ന കോളം സ്റ്റുഡൻറ്റ് ടേബിളിൽ എവിടെയാണോ ആ DOB കഴിഞ്ഞതിൻ്റെ അടുത്ത കോളമായിട്ട് GRMKS എന്ന് പറയുന്ന കോളം ആഡ് ആവും. കോമ അടുത്ത കോളം ആഡ് ചെയ്യണം REGNO. അപ്പം അതിന് വേണ്ടിയിട്ട് ആഡ് REGNO ഇൻറ്റീജർ സെമിക്കോളൻ. അപ്പോൾ REGNOക്ക് ഡാറ്റ ടൈപ്പ് മാത്രം കൊടുത്തിട്ടുള്ളൂ, എവിടെ വരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ REGNO എവിടെയായിരിക്കും വരിക, ഏറ്റവും ലാസ്റ്റിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും. ക്വറി ഓക്കെ, 10 rows affected. അതായത് പുതിയൊരു കോളം ആഡ് ചെയ്യുമ്പോൾ അതിൽ എത്ര റോസ് ഉണ്ട് അതിനൊക്കെ അത് എഫക്റ്റ് ചെയ്യില്ലേ, അതാണ് എഴുതിയിട്ടുള്ളത്. 10 rows affected എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. അപ്പോൾ ഇനി നമ്മൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം ടേബിൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ GRMKS എന്ന് പറയുന്ന കോളം DOBയുടെ അപ്പുറത്തായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള കോളമായിട്ടും രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന ഒരു കോളം ഏറ്റവും ലാസ്റ്റിലായിട്ടും വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പുതിയൊരു കോളം ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി ടേബിളിൻ്റെ സ്ട്രക്ചർ മാറ്റുന്നതിൽ വേറൊരു കാര്യമാണ് ചേഞ്ചിങ് ദ ഡെഫിനിഷൻ ഓഫ് എ കോളം. എങ്ങനെ നമുക്കൊരു കോളം ഡെഫിനിഷൻ മാറ്റാം. ഇപ്പോൾ നമുക്കറിയാം അഡ്മിഷൻ നമ്പർ ഇൻറ്റീജറാണ്, DOB ഡേറ്റ് ടൈപ്പാണ്, അങ്ങനെ ഓരോ കോളത്തിനും ഓരോ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം എന്ന് പറയുന്ന അതിൻ്റെ മാറ്റണം, വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രെയിൻ ചേഞ്ച് ചെയ്യണം, പ്രൈമറി കീ, ഡിഫോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിൻ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് ഇന്നതിൽ നിന്ന് ഇന്നതിലേക്ക് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാമെന്ന് പറയാം, കോളം ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡിഫൈ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ പുതിയൊരു കോളം ആഡ് ചെയ്യാൻ ആഡ് എന്ന് പറയുന്ന കീവേഡാണ് ഓൾട്ടർ ടേബിളിൻ്റെ ഒപ്പം യൂസ് ചെയ്തത്. അപ്പോൾ കറൻ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേബിളിലുള്ള കോളത്തിൻ്റെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡിഫൈ എന്ന് പറയുന്ന കീവേഡാണ് ഓൾട്ടർ ടേബിളിൻ്റെ കൂടെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് മോഡിഫൈ എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ്, സൈസ്, കൺസ്ട്രെയിൻസ് മുതലായവയൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ മോഡിഫൈ ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്ന കമാൻഡിൻ്റെ കൂടെയാണ് നമ്മൾ എഴുതുക. സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ കോളം നെയിം, ഡാറ്റ ടൈപ്പ്,
constraint size semicolon. Simply നമുക്ക് എഴുതി നോക്കാം. ചേഞ്ചിങ് ദ ഡെഫിനിഷൻ ഓഫ് എ കോളം. ഓൾട്ടർ ടേബിൾ, ഏത് ടേബിൾ ആണോ ആ ടേബിളിൻ്റെ പേര് എഴുതുക. മോഡിഫൈ, ഏത് കോളം നെയിമാണ് മോഡിഫൈ ചെയ്യേണ്ടത് ആ കോളം നെയിം എഴുതുക. എന്താണ് മോഡിഫൈ ചെയ്യേണ്ടതെന്ന് എഴുതുക. മോഡിഫൈ ചെയ്യേണ്ടത് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഡാറ്റ ടൈപ്പ് എഴുതുക. മോഡിഫൈ ചെയ്യേണ്ടത് സൈസ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സൈസ് എഴുതുക. മോഡിഫൈ ചെയ്യേണ്ടത് കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ കൺസ്ട്രെയിൻ്റ് എഴുതുക. സെമികോളൻ ഇടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കോളം ഡെഫിനിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ലെറ്റസ് മോഡിഫൈ ദ ന്യൂലി ആഡഡ് കോളം REGNO by providing a constraint unique to ensure that no two students have the same register number. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നേരത്തെ ഓൾട്ടർ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ 2 കോളംസ് ആഡ് ചെയ്തായിരുന്നു, GRMKSും REGNOയും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് REGNO നമ്മൾ ആഡ് ചെയ്തപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൺസ്ട്രെയിൻ്റ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ പൊസിഷനൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ REGNO എന്ന് പറയുന്ന കോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളമാണ് രജിസ്റ്റർ നമ്പറിൻ്റെ, അല്ലേ? എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പർ കൊടുക്കുന്ന ഒരു കോളമാണ് REGNO. അപ്പോൾ REGNO എന്ന് പറയുന്ന കോളം എന്താക്കി മാറ്റണം? യുണീക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് അവിടെ യുണീക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ അവിടെ മോഡിഫൈ ചെയ്ത് കൊടുക്കണം. അത് മുന്നേ കൊടുത്തിട്ടില്ല. അതായത് ഒറ്റ സ്റ്റുഡൻറ്റിൻ്റെയും റെക്കോർഡ്സ് രജിസ്റ്റർ നമ്പേഴ്സ് ഡ്യൂപ്ലിക്കേഷൻ വരെടുത്ത് എന്ന് പറയാനാണ് യുണീക്ക് അവിടെ ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കത് യുണീക്കായിട്ട് മാറ്റാൻ നോക്കാം. കൂടെ 9.34 നോക്കാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് മോഡിഫൈ REGNO ഇൻറ്റീജർ യുണീക്ക്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇൻറ്റീജറായിട്ട് നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ള REGNO എന്ന് പറയുന്ന കോളം യുണീക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിൻറ്റോട് കൂടിയിട്ട് അത് മോഡിഫൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതുവരെ 2 കോളംസ് ആഡ് ചെയ്തു, അതിലൊരു കോളം നമ്മൾ മോഡിഫൈ ചെയ്തു, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടേബിളിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയാലോ, എങ്ങനെയായിരിക്കും മാറിയിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ നോക്കാൻ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക? ഡിസ്ക്രൈബ് ടേബിൾ നെയിം അല്ലെങ്കിൽ DESC ടേബിൾ നെയിം, അല്ലേ? അപ്പോൾ DESC ടേബിൾ നെയിം എന്ന് നമ്മൾ കമാൻഡ് എഴുതി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഫിഗർ 9.26 തരുന്ന പോലെ ഏതൊക്കെ ഫീൽഡുകളുണ്ട്, ടൈപ്പ്, നള്ളുണ്ടോ, അതായത് നൾ വാല്യൂസ് ഉണ്ടോ, കീസ് ഏതൊക്കെയാണ്, ഡീഫോൾട്ട് ഏതൊക്കെയാണ്, എക്സ്ട്രാ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പോലെ തന്നെ വന്നു. അവിടെ ഫീൽഡുകൾ നോക്കുക. ഫീൽഡുകൾ ഏതാ? ADMNO, നെയിം, ജെൻഡർ, DOB കഴിഞ്ഞിട്ട് GRMKS വന്നിട്ടുണ്ട്. അതിൻ്റെ ടൈപ്പ് ഇൻ്റായിട്ടും അതുപോലെ നൾ വാല്യൂസ് അലൗഡാണ്. അത് നോട്ട് നമ്മൾ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കീസ് ഒന്നുമില്ല, കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. അതുപോലെ ഡീഫോൾട്ട് നള്ളാണ്, കാരണം നമ്മൾ അതിലേക്കൊന്നും എൻ്റർ ചെയ്തിട്ടില്ലല്ലോ, വാല്യൂസ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. പിന്നെ എക്സ്ട്രാ ഒന്നുമില്ല. പിന്നെ GRMKS കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കോഴ്സ്, ഇൻകം, ലാസ്റ്റായിട്ട് രജിസ്റ്റർ നമ്പറിൻ്റെ REGNO ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് തന്നിട്ടുണ്ട് ഇൻറ്റ്, അതുപോലെ നൾ വാല്യൂസ് അലൗഡാണ്. അതുപോലെ കീ പ്രൈമറി കൺസ്ട്രെയിൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് യൂണീക്ക് കീ ആണ്. അപ്പോൾ യൂണീക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡീഫോൾട്ട് ആണ് ഡിലേ നൾ വാല്യൂസ് ഉണ്ട് അതിൽ, കാരണം നമ്മളൊന്നും ഇതിലായിട്ടും അതിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല, വാല്യൂസിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ടേബിൾ സ്ട്രക്ചർ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിലോ നമ്മുടെ ടേബിൾ മൊത്തമായിട്ട് നമുക്ക് വാല്യൂസ് അടക്കം കാണാം. അപ്പോൾ ഇവിടെ ഫിഗർ 9.27 നമ്മുടെ ടേബിൾ വന്നിട്ടുണ്ട്. അവിടെ അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ, DOB, ഗ്രേസ് മാർക്ക് ഫുൾ നൾ വാല്യൂസാണ്, കാരണം നമ്മളൊന്നും എൻ്റർ ചെയ്തിട്ടില്ല. പിന്നെ കോഴ്സ്, ഇൻകം, REGNO വന്നിട്ടുണ്ട്, അതും ഫുൾ നൾ വാല്യൂസാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടേബിളിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു കോളം ആഡ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ കോളം നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചു, ഉള്ള കോളത്തിൻ്റെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോളത്തിനെ നമുക്ക് കളയണം. അതെങ്ങനെ പറ്റും? അപ്പോൾ നമുക്ക് നോക്കാം. റിമൂവിങ് കോളം ഫ്രം എ ടേബിൾ. അപ്പോൾ ഒരു കോളത്തിൽ നിന്ന് ഒരു ടേബിളിൽ നിന്ന് ഒരു കോളത്തിനെ ഡ്രോപ്പ് ചെയ്യാൻ ഡ്രോപ്പ് എന്ന് പറയുന്ന ക്ലോസാണ് ഓൾട്ടറിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുക. ഡ്രോപ്പ് എന്ന് പറയുന്ന ക്ലോസ്. ആഡ് ചെയ്യാൻ ആഡ്, മോഡിഫൈ ചെയ്യാൻ മോഡിഫൈ, അതുപോലെ ഡ്രോപ്പ് ചെയ്യാൻ ഡ്രോപ്പ്, ഡിലീറ്റ് ചെയ്യാൻ ഡ്രോപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സിൻടാക്സ് തന്നിട്ടുണ്ട് എങ്ങനെ ഒരു ടേബിളിലുള്ള കോളത്തിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓൾട്ടർ ടേബിൾ നെയിം, ഡ്രോപ്പ് കോളം നെയിം, ഇത്രയേ ഉള്ളൂ. സിംപ്ലി ആയിട്ട് നമുക്കിവിടെ എഴുതാം.
ഓൾട്ടർ ടേബിൾ നെയിം, ഡ്രോപ്പ് കോളം നെയിം. അപ്പോൾ ഓൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഏത് ടേബിളാണോ ഓൾട്ടർ ചെയ്യേണ്ടത് അത് എഴുതുക. ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഏത് കോളമാണ് ആ കോളത്തിൻ്റെ പേര് എഴുതിയാൽ മതി. അപ്പോൾ ആ കോളം അവിടെ ഡ്രോപ്പായി പൊക്കോളും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, if we want to remove the column GRMKS from the table student. നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള GRMKSനെ റിമൂവ് ചെയ്യണം. ആ ഒരു കോളം നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Query 9.35 നോക്കുക. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡ്രോപ്പ് GRMKS. അപ്പോൾ ആ കോളം അവിടെ ഡിലീറ്റ് ആയി പൊക്കോളും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു, കോളത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് ടേബിളിനെ റീനെയിം ചെയ്യണം. അപ്പോൾ നമ്മുടെ കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ സ്റ്റുഡൻ്റ് ആണ്. ആ സ്റ്റുഡൻറ്റ് എന്നുള്ളത് മാറ്റി നമുക്ക് വേറെ എന്തെങ്കിലും പേര് റീനെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഒരു കമാൻഡ് എഴുതണം, കുറേ എഴുതണം. നമുക്ക് നോക്കാം. റീനെയിമിങ് എ ടേബിൾ. റീനെയിം ചെയ്യാനായിട്ട് റീനെയിം ടു എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക ഓൾട്ടറിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് സിൻടാക്സ് നോക്കാം. ഓൾട്ടർ ടേബിൾ നെയിം, റീനെയിം ടു ന്യൂ ടേബിൾ നെയിം, സെമിക്കോളൻ. സിംപ്ലി നമുക്ക് എഴുതാം ഓൾട്ടർ ടേബിൾ നെയിം. ഏത് ടേബിളിനെയാണ് മാറ്റേണ്ടത് അത് നമ്മൾ എഴുതി. എന്താ ചെയ്യേണ്ടത്? പേര് മാറ്റണം അല്ലേ? അപ്പോൾ റീനെയിം ടു ന്യൂ ടേബിൾ നെയിം, പുതിയ ടേബിൾ നെയിം അവിടെ എഴുതിയാൽ മതി. റീനെയിം ടു എന്ന് പറഞ്ഞിട്ട് പുതിയ ടേബിൾ നെയിം അവിടെ എഴുതി കഴിഞ്ഞാൽ ആ പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നെയിമിലായിരിക്കും നമ്മുടെ ടേബിൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറേ എഴുതി നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വോണ്ട് ടു റീനെയിം ദ ടേബിൾ സ്റ്റുഡൻറ്റ് ആസ് സ്റ്റുഡൻറ്റ് 2015. സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടേബിളിനെ സ്റ്റുഡൻറ്റ് 2015 എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ കൂടെ എഴുതാം? കൂടി 9.36 നോക്കുക. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് റീനെയിം ടു സ്റ്റുഡൻറ്റ് 2015 സെമിക്കോളൻ അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കുറേയൊക്കെ 0 റോ എഫക്റ്റഡ്, കാരണം റോസിനെ എഫക്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ 0 റോസ് എഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഔട്ട്പുട്ട് വന്നു. ഇനി ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ്സ് ക്രിയേഷൻ, ഇൻസേർഷൻ, അപ്ഡേഷൻ, അതുപോലെ തന്നെ ഓൾട്ടർ യൂസ് ചെയ്തിട്ട് ടേബിൾ സ്ട്രക്ചറിനെ മാറ്റാനൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. അതായത് നമ്മുടെ ടേബിളിൻ്റെ ഉള്ളിലുള്ള റോസൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് ടേബിളിൻ്റെ സ്ട്രക്ചറായിട്ടൊരു ബന്ധമില്ല. ഇത് നമ്മുടെ DML കമാൻഡാണ്. ഇത്ര നേരം നമ്മൾ പഠിച്ചത് DDL കമാൻഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് DML കമാൻഡായിട്ടുള്ള ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ടേബിളിൽ നമുക്ക് ഹെഡിങ് നോക്കാം. ഡിലീറ്റിംഗ് റോസ് ഫ്രം എ ടേബിൾ. ഒരു ടേബിളിലുള്ള റോസിനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുക. DML കമാൻഡായിട്ടുള്ള ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് വേർഡ് ക്ലോസിൻ്റെ ആവശ്യവും വരും. കാരണം ഇന്ന കണ്ടീഷൻ സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇന്ന റോസിനെയാണ് കളയേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് വേർഡ് ക്ലോസിൻ്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിലീറ്റ് ഫ്രം ടേബിൾ വേർഡ് കണ്ടീഷൻ സെമിക്കോളൻ. സിംപ്ലി നമുക്കിവിടെ എഴുതാം ഡിലീറ്റ് ഫ്രം ടേബിൾ വേർഡ് കണ്ടീഷൻ. ഇങ്ങനെയാണ് നമ്മളുടെ സിൻടാക്സ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ റെക്കോർഡ് ഓഫ് ശ്രീ കുമാർ വിത്ത് അഡ്മിഷൻ നമ്പർ 1027 ഈസ് ടു ബി ഡിലീറ്റഡ് ഫ്രം ദ ടേബിൾ. അതായത് 1027 അഡ്മിഷൻ നമ്പർ ആയിട്ടുള്ള ശ്രീകുമാർ എന്ന് പറയുന്ന ആളുടെ ഡാറ്റ അല്ലെങ്കിൽ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യണം. നമ്മുടെ ടേബിൾ പേര് മാറി സ്റ്റുഡൻറ്റ് 2015 ആയിപ്പോൾ. അപ്പോൾ സ്റ്റുഡൻറ്റ് 2015 എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് നമ്മുടെ ശ്രീകുമാറിൻ്റെ, അതായത് അഡ്മിഷൻ നമ്പർ 1027 ആ റെക്കോർഡും മൊത്തം ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ കൂടെ എഴുതാം? ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് 2025 വേർഡ് ADMNO = 1027 സെമിക്കോളൻ. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് കുറേ ഓക്കെ 1 റോ എഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. അപ്പോൾ ശ്രീകുമാറിൻ്റെ ആ ഒരു റെക്കോർഡ് നമ്മുടെ സ്റ്റുഡൻറ്റ് 2015 ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ ഓരോ റോസും ഡിലീറ്റ് ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് അടിച്ചു നോക്കിയാൽ നമുക്കതേ ഫിഗർ 9.29 കാണുന്ന പോലെ ആരുടെ ശ്രീകുമാർ എന്ന് പറയുന്ന ആളുടെ ഡാറ്റ അവിടെ മിസ്സിംഗ് ആയിട്ട് കാണാൻ പറ്റും. അതവിടെ ഡിലീറ്റ് ചെയ്യിപ്പോയി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ ഡിലീഷൻ എളുപ്പമാണ്. നമ്മളിപ്പം
സെലക്ട് ചെയ്യാനൊക്കെ പഠിച്ചപ്പോൾ വേർഡ് യൂസ് ചെയ്തില്ലേ, അതേപോലെയൊക്കെ തന്നെയാണ് ഡിലീറ്റ് ചെയ്യുമ്പോഴും. വേർഡ് ഇന്നത് ഇന്ന വാല്യൂ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡാറ്റ അവിടെ ഡിലീറ്റ് ആവും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരു ഡാറ്റാബേസിൽ നിന്ന് ടേബിളിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പം ഇത്രയും വരെ നമ്മൾ പഠിച്ചത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, ടേബിളിൻ്റെ ഉള്ളിലേക്ക് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു, അതിനുള്ള വാല്യൂസിനെ കാണാൻ പഠിച്ചു, അതുപോലെ അപ്ഡേറ്റ് ചെയ്യാൻ പഠിച്ചു, ടേബിളിൻ്റെ സ്ട്രക്ചറിനെ അപ്ഡേറ്റ് ചെയ്യാൻ പഠിച്ചു, ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റേനെ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേബിളിനെ എങ്ങനെ മൊത്തമായിട്ടും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് 2025 എനിക്ക് മൊത്തമായിട്ടും ഡാറ്റാബേസിൽ നിന്ന് കളയണം. അപ്പോൾ മൊത്തമായിട്ട് ആ ടേബിളിനെ കളയാം. അപ്പോൾ മുഴുവനായും ഒരു ടേബിളിനെ കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡാണ്. ഡ്രോപ്പ് ടേബിൾ നമ്മളുടെ DDL കമാൻഡാണ്. അപ്പോൾ ഡ്രോപ്പ് ടേബിൾ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ ടേബിളിനെ റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പോൾ സിൻറ്റാക്സ് ഡ്രോപ്പ് ടേബിൾ നെയിം, അത്രയേ ഉള്ളൂ. ഡ്രോപ്പ് ടേബിൾ ഏതാണോ ടേബിൾ ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു റിമൂവ് ദ ടേബിൾ സ്റ്റുഡൻറ്റ് 2015 ഫ്രം ദ ഡാറ്റാബേസ് സ്കൂൾ. സ്കൂൾ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസിൽ നിന്ന് സ്റ്റുഡൻറ്റ് 2015 എന്ന് പറയുന്ന ടേബിളിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ക്വറി 9.38 നോക്കുക, ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് 2015 സെമിക്കോളൻ. ഇത്ര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ അവിടെ ഡ്രോപ്പ് ആയി പോകും. ഫുൾ റെക്കോർഡ് അടക്കം എല്ലാം അവിടെ കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോയിട്ടുണ്ടാവും.